ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുമായി നേർക്കുനേർ ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഷൂ നക്കിക്കൊടുത്ത് സേഫാകാനല്ല ഇറാൻ്റെ ശ്രമം, മറിച്ച് രക്തസാക്ഷിത്വമാണെങ്കിൽ അങ്ങനെ അത് മഹത്തരമാണ്. പക്ഷെ സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരവും മറ്റൊരു രാജ്യത്തിൻ്റെ കാൽക്കീഴിൽ അടിയറ വയ്ക്കില്ല, പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അമേരിക്കയുമായി നേർക്കുനേർ ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഔദ്യോഗികമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റുവെന്നും കുവൈറ്റിലെ US സൈനിക താവളം ആക്രമിച്ചതിലൂടെയാണ് ഇതുണ്ടായതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. സൈനിക താവളത്തിലേക്ക് 4 മിസൈലും 12 ഡ്രോണുകളും ഉപയോഗിച്ച് സക്സസ്ഫുള്ളായ ഒരു ഓപ്പറേഷൻ തങ്ങൾ നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഒട്ടേറെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ പറയുകയാണ്. അതേസമയം USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പടക്കപ്പൽ അതിനു നേരെ വലിയ ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറയുന്നു. കപ്പൽ കത്തുന്ന ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കപ്പൽ എന്ന് പറയുന്നത് USS എബ്രഹാം ലിങ്കൺ അല്ല, മറിച്ച് ഒരു എണ്ണക്കപ്പലാണ്. ഹോർമുസ് കടലിടുക്കിലെ ഒരു എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാർത്താ ഏജൻസികളുടെ എക്സ് ഹാൻഡിലുകളിലടക്കം പ്രചരിക്കുന്നൊരു ദൃശ്യമാണ്. ഈ വിധത്തിൽ തന്നെ USS എബ്രഹാം ലിങ്കണെ കത്തിച്ച് മുക്കി താഴെ വീഴ്ത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ USS എബ്രഹാം ലിങ്കണ് നേരെ 4 മിസൈലുകൾ തൊടുത്തു വിട്ടുവെന്നും അത് ലക്ഷ്യത്തിൽ പതിച്ചുവെന്നുമാണ് ഇറാൻ പറയുന്നത്. എന്നാൽ അതേസമയം അമേരിക്കയാകട്ടെ ഇത് പരിപൂർണമായി നിഷേധിക്കുകയാണ്. ഞങ്ങളുടെ പടക്കപ്പലുകളുടെ 7 അയലത്ത് ഇറാൻ്റെ മിസൈലുകൾ വന്നിട്ടില്ല എന്നും അത് വെറുതെ പറയുന്നതാണ് എന്നുമാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും ഇറാൻ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്ത് വിടുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അമേരിക്കയുടെ പടക്കപ്പലുകൾ മുക്കുന്ന വിധത്തിലേക്ക് ഇറാൻ ആക്രമണം ശക്തമാക്കാൻ പോകുന്നു എന്ന സൂചനകൾ ഇതോടകം പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ US സൈനിക കേന്ദ്രങ്ങളിൽ വ്യാപകമായ ആക്രമണം നടക്കുന്നു. US സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് വളരെയധികം വലിയ തിരിച്ചടി കിട്ടുന്ന കാര്യമാണത്. നോക്കുക, ഒരു വശത്ത് ഭൂഗർഭ കേന്ദ്രങ്ങൾ, അതായത് നമ്മൾ പറയുന്ന ബങ്കറുകൾ പോലെയുള്ള ഭൂഗർഭ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ജെറുസലേമിന് സമീപമുള്ള ഒരു കേന്ദ്രത്തിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് അമേരിക്കയുടെ സൈനികരും കൊല്ലപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ഇറാൻ്റെ ആക്രമണങ്ങൾ ലക്ഷ്യം കാണുന്നു എന്ന് ഇറാൻ പറയുന്നത് ശരിയാകുന്ന വിധത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ ഇറാന് മാത്രമേ നാശനഷ്ടങ്ങൾ ഉണ്ടാകൂ, ഇറാൻ മാത്രമേ തകരൂ, ഇറാൻ അതിലൂടെ മുട്ടുകുത്തും കൂപ്പുകുത്തും എന്നൊക്കെ കരുതിയവർക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ട് ഇറാൻ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കുകയാണ്. ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ മണിക്കൂറിൽ ഇസ്രായേലിൽ നിന്ന് ഇറാന് നേർക്ക് വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ടെഹ്റാനിലേക്ക് ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. 200-ലധികം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. അവരുടെ പരമാധികാരിയും പ്രതിരോധ മന്ത്രിയും പരമാധികാരിയുടെ ഉപദേഷ്ടാവും സൈനിക തലവന്മാരും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന ഇറാൻ്റെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ വളരെ നിർണായകമായ ഒരു വാക്ക്, അല്ലെങ്കിൽ നിർണായകമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ തിരിച്ചടിക്ക് പരിധി വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്പസമയം മുമ്പ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാങ്ചിയും ഇത് ആവർത്തിച്ചു. തിരിച്ചടിക്ക് ഒരു പരിധിയുമുണ്ടെന്ന് നിങ്ങൾ കരുതരുത്. ഇറാൻ വ്യക്തമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പദ്ധതികളുണ്ട്. യുദ്ധം ഒരിക്കലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട് എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. 1000-കണക്കിന് മിസൈലുകളാണ് പ്രത്യക്ഷത്തിൽ ഇറാൻ്റെ പക്കലുള്ളത്. അതായത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സൈനിക കേന്ദ്രങ്ങളിൽ 3000-ലധികം മിസൈലുകൾ ഉണ്ട് എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതായി ഇസ്രായേൽ അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നു. ഇസ്രായേൽ അമേരിക്കയോട് പോയിട്ട് ഇറാൻ ശക്തമായിട്ട് ആയുധങ്ങൾ ശേഖരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ 3000-ലധികം മിസൈലുകൾ 1 മാസം കൊണ്ട് അവർ നിർമ്മിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവരുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ ഏതൊക്കെ തരം മിസൈലുകളുണ്ടെന്നോ അവ എത്ര എണ്ണമുണ്ടെന്നോ അതിൻ്റെ തീവ്രത എത്രയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ അദൃശ്യമായ ആ മിസൈലുകൾ കൂടി പുറത്തുവിടുന്ന വിധത്തിലേക്കുള്ള ആക്രമണത്തിലേക്ക് ഉടൻ തന്നെ ഇറാൻ നീങ്ങും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സന്നാഹമുണ്ട് എന്ന് ഇറാൻ പറയുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് വലിയ ഭീഷണിയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകുന്നത്. ആക്രമണത്തിന് കാലപരിധിയോ സമയമോ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ സൈന്യം സജ്ജമാകുന്ന മുറയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. US കേന്ദ്രങ്ങൾക്ക് നേരെയോ ഇസ്രായേലിന് നേരെയോ നേർക്കുനേരായിരിക്കും ആക്രമണമെന്ന് അബ്ബാസ് അരാഗ്ചി പറഞ്ഞ് അധികം വൈകാതെ ഇറാൻ മാധ്യമങ്ങൾ ഞങ്ങൾ കപ്പൽ ആക്രമിച്ചിരിക്കുന്നു, USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കപ്പൽ ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, 4 മിസൈലുകൾ ഈ കപ്പലിൽ പതിച്ചിരിക്കുന്നു എന്ന് ഇറാൻ പറയുകയാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ അമേരിക്ക അതിന് തടസ്സവുമായി രംഗത്തെത്തി. അതായത് ഈ വാദങ്ങൾ തെറ്റാണ്, അത് വെറുതെ പറയുന്നതാണ്, ഞങ്ങളുടെ കപ്പലിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല ഇറാൻ്റെ ആയുധങ്ങൾ എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക അങ്ങനെയേ പറയൂ. കാരണം അമേരിക്കയെ സംബന്ധിച്ച് USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ തകരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് അവരുടെ പ്രസ്റ്റീജ് കാര്യമാണ്. അപ്പോൾ പടക്കപ്പലുകൾ മുക്കുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഞങ്ങൾ പടക്കപ്പലുകൾ ലക്ഷ്യമിട്ടിരിക്കുന്നു, പടക്കപ്പലുകളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു, അധികം വൈകാതെ അത് വെള്ളത്തിനടിയിലേക്ക് പോകും എന്നുള്ള സൂചന എന്ന ഭീഷണി, അതും ചെറിയ ഭീഷണിയല്ല, വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. നോക്കുക, ആദ്യം ഇറാൻ ആക്രമണം നടത്തിയത് ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലേക്കുമാണ്. ഇസ്രായേലിൽ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ എന്നറിയാൻ കഴിയാത്ത വിധത്തിൽ അവിടെ മാധ്യമങ്ങൾ പൂർണ്ണമായും നിരോധിച്ചു. ജനങ്ങളോട് പ്രതികരിക്കുന്നതിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. കുറേ നേരത്തേക്ക് ഇസ്രായേലിന് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ഇറാൻ ആക്രമണം നടത്തി. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം സംഭവിച്ചത് ജനവാസ കേന്ദ്രങ്ങൾ കൂടി ആക്രമണ പരിധിയിലേക്ക് ഇറാൻ കൊണ്ടുവരുന്നതാണ്. അതോടുകൂടി വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലെ ഉണ്ടായി. ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇറാനെ കടന്നാക്രമിച്ചാൽ കൂടുതൽ അറബ് കേന്ദ്രങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് പോകും. ഒരിക്കലും അറബ് രാജ്യങ്ങൾ അവിടെ നിന്ന് ഇറാന് നേരെ യുദ്ധം ചെയ്യുമെന്ന് കരുതാൻ വയ്യ. കാരണം അങ്ങനെ വന്നാൽ ഇറാൻ്റെ റഡാറിലേക്ക് കൂടുതൽ അറബ് മേഖലകൾ വരും. അത് അറബ് രാജ്യങ്ങളെ മുഴുവൻ ശിഥിലമാക്കുന്ന വിധത്തിലേക്ക്, വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റും. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ വളരെ കരുതലോടുകൂടിയാണ് ഇടപെടുന്നത്. പക്ഷേ അതേസമയം ഇറാനെ സംബന്ധിച്ച് തലങ്ങും വിലങ്ങുമുള്ള ആക്രമണമാണ്. അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തി, ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ആദ്യഘട്ടം, പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടന്നു. ഇപ്പോൾ 8ാം ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടന്നിട്ടുണ്ട്. അവിടെ 15ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്, 40ലധികം ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്, കൂടുതൽ കേന്ദ്രങ്ങൾ തകരുന്നതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ റഡാറിൽ നിന്ന്, ഇറാൻ്റെ ആക്രമണ പരിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും കരുതിയത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു. പക്ഷേ അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. സൈനികർ അമേരിക്കയുടെ മരിച്ചിരിക്കുന്നു, അമേരിക്കൻ പടക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, US-ന് നേരെ നേരിട്ട് ആക്രമിക്കാൻ പോലും ഒരു മടിയുമില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇസ്രായേലിന് നേരെയും വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ട്രംപിന് തൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥാനത്തായി പോയി എന്ന് തോന്നുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിധത്തിൽ യുദ്ധ സാഹചര്യം നീങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയെന്ന വാർത്ത വരുന്നു, ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന ഗുരുതരമായ സാഹചര്യങ്ങൾ അധികം വൈകാതെ സംജാതമാകും. അത് എല്ലാവർക്കും ദുരിതമാകും. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആരിടപെടും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ആരും തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ആരും ശ്രമിക്കുന്നില്ല. ഒമാനായിരുന്നു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒമാനെ പോലും തകർക്കുന്ന വിധത്തിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ്റെ ഉഗ്രതാണ്ഡവത്തിന് മുന്നിൽ അമേരിക്കയും ഇസ്രായേലും ഒന്നും രക്ഷപ്പെടുന്നില്ല. അവർക്കും കനത്ത തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.